കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തുള്ളിച്ചാടി നടന്ന എന്റെ മോള് അർജുൻ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അവളിപ്പോ ഒരു വാക്കും ഇണ്ടാതെ കിടക്കുകയാണ്. പക്ഷെ ഇപ്പൊ മോനെ, നിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. എന്താ നടക്കുന്നതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണുമ്പോ കഷ്ടകാലം എല്ലാം കൂടെ ഒന്നിച്ചു വന്ന പോലെയാ തോന്നുന്നത്. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഒരു 101 തേങ്ങ ഉടച്ച് വേണ്ട പൂജകളൊക്കെ ചെയ്യായിരുന്നു. എന്റെ ഭഗവാനേ, അതിനുള്ള യോഗ എന്നാണാവോ ഉണ്ടാവുക? എന്താ ഭവാനി, നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോയാലോ? നീ എന്താടി നോക്കുന്നത്? പോവാം. സമയമായി ഭവാനി, പോകാം. എന്തിങ്ങനെ പറയുന്നേ? എല്ലാം അറിയാവുന്ന ചേച്ചി തന്നെ എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് എന്റെ കൂടെ പിറപ്പ് എന്നൊരു സെന്റിമെന്റ്സ് ഒന്നുമില്ല. എനിക്ക് ആ ഫോർമുല അല്ലാതെ എനിക്ക് ഈ കുടുംബ ബന്ധമൊന്നും പ്രധാനമല്ല. നിങ്ങൾ എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല പറയാൻ. നിനക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇനി പറയണമെന്ന് തോന്നിയാ തന്നെ നിന്റെ സംസാരം നിർത്തിയ പോലെ നിന്റെ കൈയും കാലും ചിലപ്പോ അനങ്ങിയില്ലെന്ന് വരും. ഏയ് സാൻവി, എടുത്ത് ചാടിയാൽ നഷ്ടമാർക്കാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. മര്യാദയ്ക്ക് വാ ഭവാനി. ആദിത്യ, വേണ്ട മോനെ, വേണ്ട. നീ കിടക്ക്. വേണ്ട മോനെ, വേണ്ട മോനെ, നീ സമാധാനിക്ക്. ആവശ്യമില്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടിയേ അബദ്ധങ്ങൾ കാണിച്ചു വെക്കണ്ട. അതിന്റെ ഭവിഷ്യത്ത് എന്താവൂന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. വേണ്ട മോനെ, സമാധാനിക്ക്. ഭവാനി, ഭവാനി, വേണ്ട മോളെ, എന്റെ കൂടെ വരാൻ നോക്ക്. വേണ്ട, വേണ്ട മോളെ, വേണ്ട, വേണ്ട. വേണ്ട ഭവാനി, വേണ്ട പോവല്ലേ മോളെ, മോളെ, മോളെ പോവല്ലേ മോളെ. വേണ്ട ഭവാനി, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട മോളെ, ഭവാനി വേണ്ട. മോളൊന്നും ചെയ്യല്ലേ മോളെ. ഭവാനി, ഭവാനി. ഇനി ഇവിടെ നിൽക്കണ്ട, പോയി മാണിക്യം എടുത്തിട്ട് വാ.
മോളെ ഭവാനി, ഭവാനി, മോളെ ഭവാനി. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മകളാണെങ്കിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൊച്ചുമകനാണെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലുമാണ്. അതുമാത്രമല്ല, മറ്റൊരു കൊച്ചുമോൻ ഇപ്പൊ ജീവനോട് ഇല്ലെന്നും പറഞ്ഞു കേൾക്കുന്നു. നീയാണെങ്കിൽ നീ ഏതോ ഒരു ആപത്തിൽ ചെന്ന് പെടാൻ പോവുകയാണ് മോളെ. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് മോളെ. വേണ്ട വേണ്ട, നീ പോകണ്ട മോളെ. നീ പോകരുത് മോളെ. നീ പോകരുത്. നീ പോകരുത്. വേണ്ട മോളെ, നീ പോകരുത്. വേണ്ട മോളെ, നീ പോകരുത്. പോകരുത് ഭവാനി. ചെല്ല്. വേണ്ട വേണ്ട, നീ പോകണ്ട മോളെ. നീ പോകണ്ട. വേണ്ട മോളെ, നീ പറയുന്ന കേക്ക്. നീ പോകരുത്. പോവല്ല മോളെ. ഭവാനി, 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 മുത്തശ്ശി, ഭവാനി, 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 ഭവാനി. അവരെന്റെ ആളുകളാ. ഓ ഓ അമ്മേ, എനിക്കൊരു സംശയമുണ്ട് അമ്മേ. എന്ത്? അമ്മ ദുഷ്ടശക്തിയല്ലേ അമ്മേ? അത് മാത്രമല്ല, അമ്മ ഇപ്പൊ ആത്മാവിന്റെ രൂപത്തിലാണുള്ളത്. ഭവാനി കൂടെ ഉണ്ടെന്നുള്ളത് ശരി തന്നെ. എന്ന് വെച്ച് അമ്മയ്ക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പറ്റുമോ? ഇന്നത്തെ നാള് 500 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന വിശേഷപ്പെട്ട നാളാണെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ മാസത്തെ പൗർണമി കഴിഞ്ഞു വരുന്ന ദിവസം പ്രധാനപ്പെട്ടതാണ്. ആ ദിവസം 8 ഗ്രഹങ്ങളും ഒരേ ദിശയിൽ ഒരുമിക്കും. ആ സമയത്തില് ഒരു ദൈവങ്ങളെയും കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പോ. മഹാദേവ, ഞാനിപ്പോ ഏതവസ്ഥയിലുള്ളതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്റെ അർജുനെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാൻ പോവാണ്. നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം മഹാദേവ. എന്നെയും എന്റെ കൂടെയുള്ളവരെ നീ തന്നെ രക്ഷിക്കണം. നീ കൂടെ ഉണ്ടാവണം. പോ.
നാഗമാണിക്ക് നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം ആ വിഷസർപ്പങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മാണിക്യം കാണിക്കാൻ പെട്ടെന്ന് കാട്ടുമോളെ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഈ മാണിക്യം നിന്റെ കയ്യിലുള്ളപ്പോ ഈ നിൽക്കുന്ന സർപ്പങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. നടക്ക്. ഈ വാതിൽ എങ്ങനെയാ തുറക്കേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. ഇതിനു മുന്നേ നീ ഒരിക്കൽ ഇവിടെ വന്നതല്ലേ. പോയി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ചെയ്യേ. ചെല്ല്. मस्तके अग्नियस्य स एव अस्ति ब्रह्म परमम त्वमेव इति देवा
അമ്മേ, ഈ കനലിൽ താണ്ടി നമ്മള് എങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ കയറും അമ്മേ? നമുക്ക് പോയല്ലേ പറ്റൂ. ഉറപ്പായിട്ടും പോണം. ഇതിന് മുകളിലൂടെ പോയാൽ നമ്മൾ ചാമ്പലാകും. ഭവാനിയുടെ കയ്യിൽ മാണിക്യം ഉള്ളിടത്തോളം കാലം ഇവിടെ സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ മാണിക്യം നിന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല. പോവാൻ. മാണിക്യം നിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നിനക്കൊരാപത്തോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ ഈ കാണുന്നതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ചെല്ല്. നീ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കുള്ള വഴിയും തെളിഞ്ഞു വരികയുള്ളൂ. പോവാൻ. പോ. പോവാൻ. शिवं भव हरं हरं शिवं शिवं भव हरं हरं
नमामीश्वरं प्राणेश्वरं पञ्चभूतेश्वरम् अनादीश्वरम् आदीश्वरं सर्वकारेश्वरम् शिवं शिवं भवहरं हरं शिवं शिवं भवहरं हरम् അമ്മ എനിക്ക് ദാഹിക്കുന്നമ്മ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തു തരോ? പോയി എടുത്ത് കുടിക്കു ബുജി. ഒറ്റയ്ക്കോ? എനിക്ക് പേടിയാ അമ്മേ. അമ്മ പോയി എടുത്തിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിക്കാം പ്ലീസ് അമ്മ. ഇത് നമ്മുടെ വീടല്ലേ മോനെ, പോയി എടുത്ത് കുടിക്ക്, പോയി എടുത്ത് കുടിക്ക് പോ. ബുജി പോയി കുടിച്ചിട്ട് വാ മോനെ. അച്ഛനെ അമ്മയും കഷ്ടപ്പെടുത്താതെ. ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ഇല്ലേ, പിന്നെ നിനക്ക് എന്തിനാ പേടി? പോയി കുടിച്ചിട്ട് വാ, പോയിട്ട് വാ മോനെ. ആദിത്യ, ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ മോനെ? ഇങ്ങോട്ട് നോക്ക്. കുറച്ചു നേരം നീ നന്നായി ഉറങ്ങ്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ശരിയാവും.